Good morning, dear students. In the last class, we have seen about the price determination by the industry under perfect competition. Under perfect competition, എങ്ങനെയാണ് ഇൻഡസ്ട്രി പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കി അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? പെർഫെക്റ്റ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഡ്യൂറിങ് മാർക്കറ്റ് പീരിയഡിൽ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഷോർട്ട് പീരിയഡിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കി. ഷോർട്ട് പീരീഡ് വരയ്ക്കണേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ദെൻ അതിലെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പറയാനുണ്ട്. അതെന്താണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഫിഗറിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. ഓക്കെ, ലാസ്റ്റ് ഫിഗറിൻ്റെ അടുത്ത് അതിലൊരു ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്. ഇനി പ്രൈസ് OP1 ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, OP എന്നുള്ളതിൽ നിന്ന് OP1 ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ഫേം വിൽ ബിഗിൻ എന്നുള്ളതാണ്. That is, a new process of adjustment will start and the firm will reach a new equilibrium point E1. അപ്പോൾ അങ്ങനെ OP1 പ്രൈസ് കുറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈക്വിലിബ്രിയം പോയിൻറ്റ് ഇയിൽ നിന്ന് E1 കുറയും. ഹിയർ അഗെയിൻ ഫേംസ് AR is equal to MR is equal to MC. പക്ഷേ ഇവിടെ AR എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ AC. ആവറേജ് റവന്യൂ അപ്പോഴും ആവറേജ് കോസ്റ്റിനേക്കാളും കുറവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഫേമിന് നഷ്ടമായിരിക്കും സംഭവിക്കുക. ബട്ട് ഇൻ ദ ഷോർട്ട് റൺ it is desirable to stop production even though AR is less than AC. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ലോസ് ഇൻകർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നിർത്തി വയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഷോർട്ട് റൺ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇഫ് ദ ഫേം സ്റ്റോപ്സ് പ്രൊഡക്ഷൻ ലോസ് വിൽ ഇൻക്രീസ് ഫർദർ. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? സ്റ്റോപ്പ് പ്രൊഡക്ഷൻ ഈവൻ ദോ AR ഇസ് ലെസ് ദാൻ AC. പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്താലും നമുക്ക് ഇനിയും നഷ്ടം സംഭവിക്കാം. ഇഫ് AR ഇസ് ലെസ് ദാൻ AVC, ദ ഫേം വിൽ സ്റ്റോപ്പ് പ്രൊഡക്ഷൻ ബിക്കോസ് ദ റവന്യൂ ഡസ് നോട്ട് കവർ ഈവൻ ദ വേരിയബിൾ കോസ്റ്റ് എന്നുള്ളതാണ്. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് വേരിയബിൾ കോസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വേരിയബിൾ ഫാക്ടേഴ്സിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ സ്കെയിലിൽ മാറ്റം കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റവന്യൂ ഡസ് നോട്ട് കവർ ഈവൻ ദ വേരിയബിൾ കോസ്റ്റ് പോലും കവർ ചെയ്യണില്ല. ആ സമയത്ത് ദാറ്റ് ഈസ് AR എന്ന് പറയുന്നത് നമ്മുടെ ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ് എബവ് ദ AVC കർവാണ്. സോ ഇൻ ഓർഡർ ടു മിനിമൈസ് ദ ലോസ് ഇറ്റ് ഹാസ് ടു അഡ്ജസ്റ്റ് ഔട്ട്പുട്ട് ടു OEM എന്നുള്ളത് OEM1 അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വേർ ഇറ്റ് കവേഴ്സ് ഇറ്റ്സ് MC എന്ന് പറയുന്നത് E1 M1 അതിലേക്ക് കൊണ്ടുവന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുറച്ചും കൂടിയും ലോസ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ? അപ്പോൾ നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി തന്നെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതൊക്കെ ദീസ് പ്ലേസ് ആർ ഡൺ ഓൺലി വിത്ത് ദി നമ്മുടെ പ്രൈസിൻ്റെയും ഡിമാൻഡിനെയും ബേസ് ചെയ്തിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഈ കളികളൊക്കെ നമ്മൾ നടത്തുന്നത് വേരിയബിൾ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഫുൾ കപ്പാസിറ്റിയിൽ നമ്മളൊരു കാര്യം യൂട്ടിലൈസ് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ ഒരു പകുതിയേക്കാളും കുറവ് കണ്ടിട്ടായിരിക്കാം. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് ആ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഡിമാൻഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇൻ ടുഡേയ്സ് ക്ലാസ് വിൽ ഗോ ഫർദർ അബൌട്ട് ഷട്ട് ഡൗൺ പോയിൻറ്റ്. സോ കൃത്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഷട്ട് ഡൗൺ പോയിൻറ്റ് എന്ന് പറയുന്നത്. സോ വെൻ ഡു വി പ്ലാൻ അബൌട്ട് ഷട്ട് ഡൗൺ പോയിൻറ്റ് എന്നുള്ളതാണ്. സോ എപ്പോഴാണ് കംപ്ലീറ്റ് പ്രൊഡക്ഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഏത് സമയത്താണ് ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ ദി ഓർഗനൈസേഷൻ ഫോർ ദി ഷട്ട് ഡൗൺ പോയിൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, സംടൈംസ് ദ ക്വസ്റ്റ്യൻ അറൈസസ് വെദർ എ ഫേം വിൽ കണ്ടിന്യൂ ഇൻ പ്രൊഡക്ഷൻ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് സൂപ്പർ നോർമൽ ലോസസ്. നോർമൽ ലോസ് എല്ലാം ഈവൻ ഇഫ് ദി കമ്പനി അല്ലെങ്കിൽ ഫേം ഹാസ് ദി സൂപ്പർ നോർമൽ ലോസസ്.
ദി ആൻസർ ക്യാൻ ബി ഗിവൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫേംസ് ഷട്ട് ഡൗൺ പോയിൻറ്റ്. അപ്പോൾ ഇതിനുള്ള ഒരു മറുപടിയാണ് നമുക്ക് ഏതിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? ഷട്ട് ഡൗൺ പോയിൻറ്റിലൂടെയാണ് നമുക്ക് ഇതിനുള്ള ആൻസർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുക. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും വരുന്നതാണ്. Fixed costs are those expenses which the firm has to incur even if it stops production. So in the beginning itself I have told you, when you stop production also we'll incur some cost of നമുക്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് അബൌട്ട് ദി ഫിക്സ്ഡ് ഫാക്ടേഴ്സ്. സോ നമ്മുടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്താലും റെൻ്റായിട്ട്, ഇൻട്രസ്റ്റ് ആയിട്ട്, അതേപോലെ തന്നെ സാലറീസ് ഫോർ ദി പെർമനൻറ്റ് സ്റ്റാഫ്, ഇവർക്കൊന്നും നമുക്ക് കൊടുക്കാതിരിക്കാനായിട്ട് പറ്റില്ല. സോ ഇവർക്ക് കൊടുക്കേണ്ട എക്സ്പെൻസസ് നമ്മൾ ഇൻകർ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ പറഞ്ഞു, ഇഫ് ദ ഫേം സ്റ്റിൽ സ്റ്റോപ്സ് ദി പ്രൊഡക്ഷൻ ഓൾസോ ഇറ്റ് വിൽ സ്റ്റാർട്ട് ഇൻകറിങ് സം കൈൻഡ് ഓഫ് എക്സ്പെൻസസ് എന്നുള്ളതാണ്. സോ അത് ഫിക്സ്ഡ് എക്സ്പെൻസസ് ആണ് വരുന്നത്. ആൻഡ് ദെൻ so if a firm price covers at least its variable cost, it will continue in production. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഫേം എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ബട്ട് ഇഫ് ദ പ്രൈസ് ഇസ് ലോവർ ദാൻ even the average variable cost, a firm will stop production and quit the industry. പക്ഷെ ഫർദറായിട്ട് പിന്നെയും പ്രൈസ് റെഡ്യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാളും കുറവായിട്ട് വരുന്നൊരു സിറ്റുവേഷനാണ്, അതിനെപ്പോലും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റോപ്പ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ലീവ് ദ ഇൻഡസ്ട്രി, അതായത് ആ പർട്ടിക്കുലർ ബിസിനസ് തന്നെ നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ബട്ട് ഇഫ് ദ പ്രൈസ് ഇസ് ലോവർ ദാൻ ഈവൻ ദ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, എ വി സിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ a firm will stop production and quit the industry. The point where the average variable cost is equal to average revenue is called the shutdown point. എപ്പോഴാണ് ABC is equal to AR ആയിട്ട് വരുന്നത് നോക്കുക, അവിടെ നമ്മുടെ വാർണിംഗ് സിഗ്നലാണ്. അവിടെ നമ്മൾ വാർണിംഗ് സിഗ്നലാണ്. എന്തിനുള്ള വാർണിംഗ് സിഗ്നലാണ്? ടു സ്റ്റോപ്പ് അവർ പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. Okay, if the price falls below the AVC, the firm will stop production എന്നുള്ളതാണ്. And sometimes it may quit the industry also. Okay, so shutdown point എന്ന് പറയുന്നത് 2 mark question ആണ്. സോ അതിന് എഴുതേണ്ട ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാളും താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ പ്രൈസ് ഇസ് സ്റ്റിൽ ലോവറിങ് എന്നുണ്ടെങ്കിൽ the firm will stop production. That is known as shutdown point എന്നുള്ളതാണ്. സോ എ വി സിനേക്കാളും താഴത്തേക്കാണ് AR നിൽക്കുന്നതെങ്കിൽ അതുപോലും നമുക്ക് അതിൻ്റെ റവന്യൂ പോലും ഒരു ആവറേജ് വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യാനുള്ള ഒരു ലിമിറ്റ് പോലും നമുക്ക് ARന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആ പ്രൊഡക്ഷൻ നടത്തുന്നത്? ഓക്കെ, സോ ഷട്ട് ഡൗൺ പോയിൻറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് 2 mark question, മാർക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനി നമ്മുടെ ലോങ് റണ്ണിൻ്റെ കേസാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പീരിയഡ് കഴിഞ്ഞു. മാർക്കറ്റ് പീരിയഡ് എന്ന് പറയുന്നത് 1 day റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. 1 day റിലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ പെരിഷബിൾ ഗുഡ്സും നോക്കി, ഡ്യൂറബിൾ ഗുഡ്സും നോക്കി. സെക്കൻഡ് തിങ് ഇസ് ഷോർട്ട് പീരിയഡാണ്. ഇപ്പോൾ ഷോർട്ട് പീരിയഡിൽ എന്ന് പറയുമ്പോൾ പ്ലാന്റിൻ്റെ ഒരു മിനിമൽ കപ്പാസിറ്റി ഉണ്ട്. അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും നമുക്ക് സാധിക്കും. പക്ഷേ ദർ ഈസ് എ സർട്ടൻ ലിമിറ്റ് ഫോർ ദി ഇൻക്രീസ് ആൻഡ് ഓൾസോ സർട്ടൻ ലിമിറ്റ് ഫോർ ദി ഡിക്രീസ് എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക? ഡിമാൻഡ് ഇൻക്രീസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, പ്രൈസും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിൽ, ഡിമാൻഡും കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറയ്ക്കേണ്ടി വരും. അതേപോലെ പിന്നെയും കുറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വി ആർ ഇൻകറിങ് ലോസ്. സോ നോട്ട് ടു ഇൻകർ ഫർദർ ലോസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദി ഷട്ട് ഡൗൺ പോയിൻറ്റ്. ക്ലിയർ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലോങ് റണ്ണിലാണ്. ലോങ് റണ്ണിൽ എങ്ങനെയാണ് ഇൻഡസ്ട്രി അവരുടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഡ്യൂറിങ് ദ ലോങ് റൺ there will be sufficient time for the existing firms to expand their production by installing new plant and machinery.
അപ്പോൾ ലോങ് റൺ എന്ന് പറയുമ്പോൾ ദി കമ്പനി ഈസ് പ്ലാനിങ് ടു എക്സ്പാൻഡ്. അവർ ഒരു എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ്. സോ വെൻ ദേ ആർ പ്ലാനിങ് ഫോർ ദി എക്സ്പാൻഷൻ എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ട്, അവർക്ക് അതിന് സഫിഷ്യൻറ്റ് ടൈം ഉണ്ട്. ദറ്റ് ഈസ് ദേ ക്യാൻ ഇൻസ്റ്റാൾ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി, ദേ ക്യാൻ ഇൻക്രീസ് ദെയർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതിനുള്ള ഒരു ടൈം അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആ ഒരു ടൈം കിട്ടുമ്പോൾ സം ന്യൂ ഫേംസ് മേ എൻറ്റർ ഇൻ ടു മാർക്കറ്റ്. അപ്പോൾ ഈ ഫീൽഡ് ബെറ്ററാണ്, കാരണം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് തോന്നുമ്പോൾ പല പുതിയ ഓൺട്രപ്രണേഴ്സിനും അല്ലെങ്കിൽ പുതിയ ഫേംസും ഈ ഒരു ഇതിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സിമിലർലി സം ഫേംസ് മേ ലീവ് ദ ഇൻഡസ്ട്രി. ഇപ്പോൾ നമ്മൾ ഷോർട്ട് പീരീഡിൽ പറഞ്ഞ പോലത്തെ ബിലോ പ്രൈസാണ്, ലോവർ ദി പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ അവർ ആവറേജ് വേരിയബിൾ കോസ്റ്റ് പോലും കവർ ചെയ്യാനുള്ള ഇൻകം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സംടൈംസ് ദേ മേ സ്റ്റോപ്പ് ദി പ്രൊഡക്ഷൻ ആൻഡ് വിൽ ലീവ് ദ ഇൻഡസ്ട്രി എന്നുള്ളതാണ്. അപ്പോൾ ചില ഫേമുകൾ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകാനുള്ള സാധ്യതകളുണ്ട്. ചില ഫേമുകൾ ഇതിൻ്റെ അട്രാക്റ്റീവ്നെസ് കണ്ടിട്ട് ചിലപ്പോൾ വരാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. If during the short period the firms have been earning supernormal profit or abnormal profit, അപ്പം നമ്മുടെ ഷോർട്ട് പീരിയഡിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഷോർട്ട് റണ്ണിൽ നമുക്ക് ചിലപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. ദാറ്റ് ഈസ് AR എന്ന് പറയുന്നത് ഇസ് മോർ ദാൻ ദി AC. ആവറേജ് കോസ്റ്റിനേക്കാളും ആവറേജ് റവന്യൂ കൂടുതലായിട്ട് നിന്നിരുന്നത്. ദെൻ ഇൻ ദ ലോങ് റൺ ന്യൂ ഫേംസ് ആർ അട്രാക്റ്റഡ് ബൈ ദ ഷോർട്ട് റൺ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ടു എൻറ്റർ ഇൻ ദ ഇൻഡസ്ട്രി. അപ്പം ഇൻഡസ്ട്രി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പീപ്പിൾ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് ദ ഇൻഡസ്ട്രി ആർ ലുക്കിംഗ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഇൻഡസ്ട്രി എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു ഷോർട്ട് പീരിയഡിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ടാണ് ദേ ആർ എൻറ്ററിങ് ഇൻ ടു ദ ഇൻഡസ്ട്രി. അപ്പോൾ അവരും കൂടി പുതിയ ആൾക്കാരും കൂടി ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് മാറ്റം സംഭവിക്കുന്നത് എന്ന് നോക്കാം. Okay, due to the entry of new firms, the price of production factors increases and thus cost also increases. The supply also increases. Hence, the price AR എന്ന് പറയുന്നത് it will come down. Average revenue എന്ന് പറയുന്നത് കുറയും, കാരണം ആൾക്കാരുടെ എണ്ണത്തിൽ കൂടി. Okay, so thus in the long run, supernormal profit disappears. അപ്പോൾ ഷോർട്ട് റണ്ണിൽ നമുക്ക് ആർക്കും അധികം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ലോങ് റണ്ണിലായപ്പോൾ നമുക്ക് എന്താണ്, ഈ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റാത്തവർ അവർ ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഫീൽഡ് വിട്ട് അവർ പോയി കഴിഞ്ഞു. സോ സം പീപ്പിൾ ആർ കമ്മിങ് ഇൻ ദ ഇൻഡസ്ട്രി. അതായത് ഷോർട്ട് പീരിയഡിൽ ഇതിൻ്റെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് സം ഓഫ് ദം ഹാവ് എൻറ്റേർഡ് ഇൻ ടു ദ ഫേം, സം ന്യൂ ഫേംസ് ഹാവ് ബീൻ എൻറ്റേർഡ് ഇൻ ടു ദ ഇൻഡസ്ട്രി. അപ്പോൾ അവർ വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മാറ്റം സംഭവിച്ചതുകൊണ്ട് ആവറേജ് റവന്യൂ ടോട്ടലി കുറഞ്ഞു എന്നുള്ളതാണ്. സോ ലോങ് റണ്ണിലെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു പോയേക്കാണ്. ഓക്കെ, ഇല്ലാതാകുന്നൊരു സിറ്റുവേഷൻ, ഇറ്റ് ഡിസപ്പിയേഴ്സ്. Similarly, if during the short period the firms have been incurring losses, then in the long run the losing firms may leave the industry. അപ്പോൾ ഷോർട്ട് റണ്ണിലെ ലോസ് അനുഭവിക്കുന്ന ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ അവർ ഇൻഡസ്ട്രി വിട്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദിസ് ബ്രിങ്സ് ഡൗൺ ദ പ്രൈസസ് ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ആൻഡ് ഹെൻസ് കോസ്റ്റ് കം ഡൗൺ. സോ അങ്ങനെ അത്രയധികം ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രൈസസ് കുറയും. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ സപ്ലൈയും അതിനനുസരിച്ച് ഡിക്രീസ്ഡ് ആവും. ഹെൻസ് ദ പ്രൈസ്, ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് എന്താവും, ഇൻക്രീസ് ചെയ്യും. ദസ് ഇൻ ദ ലോങ് റൺ ദ ലോസ് ഡിസപ്പിയേഴ്സ്. പിന്നെ കുറച്ച് നമ്മൾ നോക്കുമ്പോൾ ലോങ് റണ്ണിൽ ലോസും ഡിസപ്പിയർ ആവാനായിട്ട് തുടങ്ങും. കാരണം നിൽക്കാൻ പറ്റാത്തൊരു പോവും, നമ്മൾ മാത്രം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഹെൻസ് ഇൻ ദ ലോങ് റൺ ദ ഫേംസ് ഇൻ ഇക്വിലിബ്രിയം ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ
ഇതിൽ ഈ സമയത്ത് ലോങ് റണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഫേംസ് ഇൻ ഇക്വിലിബ്രിയം പോയിൻ്റ്, എവിടെയാണോ ഡിമാൻഡും സപ്ലൈയും ഒരുപോലെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈക്വൽ ടു ആയിട്ട് നിൽക്കുന്നത്, രണ്ടും ഈക്വൽ ആയിട്ട് നിൽക്കുന്നത്, ദാറ്റ് പോയിന്റ് ഇസ് നോൺ ആസ് ഇക്വിലിബ്രിയം പോയിന്റ്. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റിൽ ഉള്ള ഒരു ലോങ് റണ്ണിലുള്ള ഫേമുകളാണ് ദാറ്റ് ഈസ് നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് തുടങ്ങുള്ളൂ. ഫർദർ ഇൻ ലോങ് റൺ ഓൾ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. അപ്പോൾ പതുക്കെ ഇവിടെ നമുക്ക് എന്തില്ല, ഫിക്സ്ഡ് വേരിയബിൾ എന്ന് പറയുന്നൊരു ഫാക്ടർ അവിടെ വരുന്നില്ല. ആ സമയത്ത് ലോങ് റണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഫാക്ടേഴ്സിലും വേരിയബിളാണ്. റെൻറ്റിൽ മാറ്റം വരും, ഈവൻ ടു ദ സാലറി സ്കെയിൽ ടു ദി പെർമനൻറ്റ് സ്റ്റാഫിന് നമുക്ക് മാറ്റം വരും, ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരും. അപ്പോൾ അങ്ങനെ ദറ്റ് ഈസ് തുടക്കം മുതൽ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ വരിക്കുമുള്ള എല്ലാ സ്റ്റേജസിലും എല്ലാ കാര്യങ്ങളും മാറ്റം വരും. അതാണ് വേരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത്. ഓൾ ദി ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. Therefore, average variable cost is not relevant in the long run. ആ സമയത്ത് എന്താണ് ഉണ്ടാവുന്നത്, AVC എന്ന് പറയുന്നത് is not relevant in the long period. ലോങ് പീരീഡിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല. The long run average cost, LAC and LMC, that is marginal കോസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, are relevant in output decision making. ഔട്ട്പുട്ട് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് LACയും അതേപോലെ തന്നെ LMCയും ലോങ് റണ്ണിൽ വരുന്ന മാർജിനൽ കോസ്റ്റും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. Under perfect competition, the firm is in equilibrium when AR is equal to MR is equal to LAC, that is equal to LMC. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഫേമിൻ്റെ ഇക്വിലിബ്രിയം പോയിൻ്റായിട്ട് വരുന്നത്. This point of equilibrium will be established at which the firm's horizontal MR curve touches LAC curve at its minimum point. So it is at this point LMC is equal to LAC, and this position is illustrated in the coming figure. ഓക്കെ, അപ്പോൾ ആ ഫിഗറിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് സപ്ലൈഡ് ആൻഡ് ഓൾസോ ദി ഔട്ട്പുട്ട് എന്നുള്ളത്. അതിൽ വരുന്നത് DD എന്ന് പറയുന്നതാണ് ലോങ് റണ്ണിൻ്റെ ഡിമാൻഡ് കർവായിട്ട് വരുന്നത്. S1 is the short run supply curve. Hence the price is determined at OP1. അപ്പോൾ നമുക്ക് അതിനെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തേക്കുന്നത് OP1ലാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തേക്കുന്നത്. ദ ഫേം എന്ത് ചെയ്യാൻ തുടങ്ങും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ദ ഫേം അഡ്ജസ്റ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ടു പോയിൻറ്റ് M. ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഓഫ് ദ firm. At this point, OP1 is equal to AR1, that is equal to MR1, and that is equal to long run marginal cost. The profit per unit is MS, that is AR minus AC. Thus the firm earns super normal profit. അങ്ങനെയാണ് ഇവർക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്. കാരണം ബാക്കി ആരും ഇതിലേക്ക് എൻ്റർ ആവാനായിട്ട് തുടങ്ങിയിട്ടില്ല. ദിസ് അട്രാക്ട്സ് അതർ ഫേംസ് ഇൻ ടു ദി ഇൻഡസ്ട്രി. അപ്പോൾ ഇവർ ഏൺ ചെയ്യുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് കാണുമ്പോഴാണ് അവർക്കും എന്ത് ചെയ്യുന്നത്, ദാറ്റ് ഈസ് അവർക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്താൽ കൊള്ളാമെന്നുള്ളത് ഒരു ചിന്ത വരുന്നത്. സോ അങ്ങനെയാണ് അവരും ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന പുതിയ ഫേമുകളാണെന്നുണ്ടെങ്കിൽ ദ ഇൻഡസ്ട്രീസ് സപ്ലൈ ഇൻക്രീസസ് ആൻഡ് ഷിഫ്റ്റ് ദ സപ്ലൈ കർവ് റൈറ്റ്വേർഡ് ടു S2ലേക്കാണ് മാറുന്നത്. ഹെൻസ് പ്രൈസ് ഫാൾസ് ടു OP2. പ്രൈസ് ഇൻക്രീസ് ചെയ്യല്ല ചെയ്യുന്നത്, കൂടുതൽ നമ്പർ ഓഫ് സപ്ലയേഴ്സ് വരുമ്പോൾ പ്രൈസ് അവിടെ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സോ OP1 എന്നുള്ളത് OP2ലേക്ക് ഡിക്രീസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ. At this price, firm is in a position to cover only LMC at output OQ2. അപ്പോൾ അവർക്കിത് ദറ്റ് ഈസ് LMC, ദറ്റ് ഈസ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ ഔട്ട്പുട്ട് OQ2 ആയിരിക്കണം. ദസ് ദ ഫേംസ് ഇൻകർ ലോസ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ നഷ്ടമായിരിക്കും സംഭവിക്കാം. ഫേംസ് ഇൻകറിങ് ലോസസ് കനോട്ട് റിമെയിൻ ഇൻ ദി ലോങ് റൺ. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഇൻ ദ ലോങ് റണ്ണിൽ ആ ഒരു ലോസ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. സോ അവരെന്ത് ചെയ്യും, ആ ഇൻഡസ്ട്രി ലീവ് ചെയ്യും, അവർ വിട്ടു പോവും. ആസ് എ റിസൾട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഇൻഡസ്ട്രി ഫാൾസ്, അല്ലേ? കാരണം അവർ
ആ ഇൻഡസ്ട്രി പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ വിൽ കം ഡൗൺ. ദസ് സപ്ലൈ എന്ത് ചെയ്യും, അവിടെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ നിൽക്കുന്ന ഗ്രൂപ്പുകാരുണ്ട്. ദിസ് കോസസ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് ടു SS. പ്രൈസ് ഇസ് എഗെയിൻ ഡിറ്റർമൈൻഡ് അറ്റ് OP. അപ്പോൾ OP1 നിന്നും OP2ലേക്ക് ഡിക്രീസ് ചെയ്ത പ്രൈസൊക്കെ OPയിലേക്ക് വീണ്ടും തന്നെ ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷൻ. എക്സിസ്റ്റിംഗ് ഫേംസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അപ്പോഴും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഫേമുകളുണ്ട്. എക്സിസ്റ്റിംഗ് ഫേംസ് അഡ്ജസ്റ്റ് ദെയർ ഔട്ട്പുട്ട് ടു ദ ന്യൂ പ്രൈസ് അറ്റ് OQ എന്നുള്ളതാണ്. അറ്റ് ദിസ് ഔട്ട്പുട്ട് OQ ഫേംസ് ആർ ഇൻ എ പൊസിഷൻ ടു മേക്ക് only normal profits, because at this output OP is equal to AR is equal to MR is equal to LMC, and that is equal to LAC. No firm earn supernormal profit and no firm will incur loss in the long run. Thus at this price, അതായത് OP എന്ന് പറയുന്ന പ്രൈസും and output OQ, individual firms and the industry are both in the long run equilibrium point. അപ്പോൾ ഇവർക്ക് ആർക്കും നഷ്ടം സംഭവിക്കുന്നില്ല. അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഫേമുകൾക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്സ് ഒന്നും ഏൺ ചെയ്തില്ല എന്നുണ്ടെങ്കിലും നോർമൽ പ്രോഫിറ്റ്സ് അവർ ഏൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ഫേമും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫേമും ലോസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ അവിടെ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് OP, അതേപോലെ സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി OQ എന്നുള്ളതാണ്. ആൻഡ് ഇവരെല്ലാവരും ഇക്വിലിബ്രിയം പോയിന്റിൽ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി ലോങ് റൺ. ലോങ് റണ്ണിൽ നമുക്ക് ആമ്പിൾ ടൈം ഉണ്ട്. നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് ലോങ് റണ്ണിൽ കിട്ടും, ഷോർട്ട് റണ്ണിൽ നമുക്ക് കിട്ടില്ല. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഷോർട്ട് റൺ ലോങ് റൺ വീണ്ടും വീണ്ടും എന്താണ് അതെങ്ങനെ പറയുന്നത്? ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ 1 to 3 years, നമ്മൾ ബിസിനസ് തുടങ്ങി 1 to 3 years, അതിൻ്റെ ഉള്ളിലൊന്നും ചിലപ്പോൾ നമ്മൾ പുതിയ ഒരു മിഷനറി, പ്ലാന്റ് ആൻഡ് മിഷനറീനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു 5 years, 6 years and 7 years ഒക്കെ ആയിക്കഴിഞ്ഞ് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഗ്രോത്ത് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഫർദർ എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമായി. കാരണം മാക്സിമം plant capacity we are utilizing. So now we are able to plan about the next future generation കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ഒരു സമയമായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ്പാൻഷൻ വേണം. എക്സ്പാൻഷൻ വരുമ്പോൾ എല്ലാ ഫാക്ടേഴ്സിലും ചേഞ്ചസ് വരും. ഈവൻ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, അതേപോലെ തന്നെ മിഷനറീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കേസിൽ ഇതിലൊക്കെ നമുക്ക് മാറ്റം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും ഹൗ ദേ ആർ ഫിക്സിങ് ദ പ്രൈസ് എന്നുള്ളത് വരുന്നത്. ഓക്കെ, മാർക്കറ്റ് പീരിയഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരിയഡാണ്. അതായത് 1 day ആണ് നമ്മുടെ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 1 dayയിൽ പെരിഷബിൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേഗം തന്നെ അത് വിറ്റ് തീർക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുക. ഇനി ഡ്യൂറബിൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറയാണ്, ഡിമാൻഡ് കുറയാണ്, നമുക്കത് എടുത്തു വയ്ക്കാനായിട്ട് സാധിക്കും. പ്രൈസ് കൂടുമ്പോൾ എടുത്ത് നമുക്ക് സെയിൽ ചെയ്യാം. ഓക്കെ, ഷോർട്ട് റണ്ണിലാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഇതുവരെയും അതിൻ്റെ ഫുൾ യൂട്ടിലൈസേഷനിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇനി ഡിക്രീസ് ആണ് പ്രൈസിൽ വരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ മാറ്റം വരുത്താൻ പറ്റും. അതായത് പ്രൊഡക്ഷൻ നമ്മൾ കുറയ്ക്കാം. ഇനി ഫർദറായിട്ട് പ്രൈസ് റെഡ്യൂസ്ഡ് ആവാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്നും വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ലോസ് പിന്നെയും നമുക്ക് ലോസ് വരികയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ക്വിറ്റ് ദി ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ഷട്ട് ഡൗൺ പോയിൻറ്റ് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ വി ക്യാൻ ക്വിറ്റ് ദ ഇൻഡസ്ട്രി എന്നുള്ളതാണ്. ലോങ് റണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടൈം ഫോർ ദി എക്സ്പാൻഷൻ. സോ വി മേ ബി തിങ്കിങ് അബൌട്ട് ദി എക്സ്പാൻഷൻ. അപ്പോൾ ആ സമയത്ത് ഏത് മിഷനറി, ഏത് ടെക്നോളജി, ഏത് പേഴ്സൺ ഹാസ് ടു ഓപ്പറേറ്റ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു ധാരണയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ആ സമയത്താണ് നമുക്ക് ഈ ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള എല്ലാ കപ്പാസിറ്റിയും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഇൻ ദി മാർക്കറ്റ്. സോ സം അതർ ബൈ ഗെറ്റിംഗ് അട്രാക്റ്റഡ് ബൈ ദ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അവരും ചാടി വീഴും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിലേക്ക്. പക്ഷേ അവരപ്പോൾ ഷോർട്ട് പീരീഡിലാണ്. സോ അവരുടെ ഷോർട്ട് പീരീഡിൽ ചിലപ്പോൾ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സംടൈംസ് ദേ മേ ലീവ് ദി ഇൻഡസ്ട്രി ഓൾസോ.
അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ പുറത്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സപ്ലൈ അവിടെ കുറയും. സോ ദീസ് കമ്പനീസ്, എക്സിസ്റ്റിംഗ് കമ്പനീസ് ഹാസ് ടു ഇൻക്രീസ് ദെയർ പ്രൊഡക്ഷൻ. അപ്പോൾ അങ്ങനെ വരുന്ന ചേഞ്ചസ് ആണ് ഇതിൽ വരുന്നത്. സോ വി ആർ ഗെറ്റിംഗ് ടൈം ഫോർ എവറിത്തിങ് എന്നുള്ളതാണ് ഏതിൽ, ലോങ് റണ്ണിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ചാപ്റ്ററിൽ കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരാമെന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും തറോ ആയിട്ടുണ്ടായാലാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. ആൻഡ് ദെൻ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് നോർമൽ പ്രൈസ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെരി ഷോർട്ട് പീരിയഡ് പ്രൈസ്. നമുക്ക് നോർമൽ പ്രൈസ് നോക്കുമ്പോൾ ലോങ് പീരിയഡ് പ്രൈസ്. അതേപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് മോർ ബൈ ഡിമാൻഡ് ഫാക്ടേഴ്സ്, ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് മോർ ബൈ സപ്ലൈ ഫാക്ടേഴ്സാണ് നോർമൽ പ്രൈസിൽ വരുന്നത്. അതേപോലെ മാർക്കറ്റ് പ്രൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഗുഡ്സിനും മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. നോർമൽ പ്രൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീപ്രൊഡ്യൂസബിൾ ഗുഡ്സിന് മാത്രമാണ് ഒരു നോർമൽ പ്രൈസ് അവിടെ പ്രിവെയിൽ ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഫോട്ടോ എടുത്തിട്ട് അയക്കാം കേട്ടോ. A firm with a market price may earn supernormal profit or incur loss. നോർമൽ പ്രൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഫേം വിത്ത് എ നോർമൽ പ്രൈസ് ക്യാൻ ഏൺ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദെൻ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. അതേപോലെ തന്നെ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് മിറേജ് ആണ്. വാട്ട് വിൽ ഹാപ്പൻ വി ഡോണ്ട് നോ എന്നുള്ളതാണ്. There will be temporary equilibrium between demand and supply. നോർമൽ പ്രൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർമനൻറ്റ് ഇക്വിലിബ്രിയം നമുക്ക് ഉണ്ടായിരിക്കും ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. പിന്നെ വരുന്നത് ഫ്ലക്ച്വേഷൻസ്. ഏതിലെ മാർക്കറ്റ് പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് ഓരോ ദിവസം വരുന്ന ചേഞ്ചസ് അനുസരിച്ച്, ഡിമാൻഡ് അനുസരിച്ച്, പ്രൈസ് അനുസരിച്ച് ഇതിനൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം. എന്നാൽ നമ്മൾ നോർമൽ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റേബിളായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദി പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെയും കൂടിയും ഒരു കണ്ടിന്യൂവേഷൻ കൂടിയാണ്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കൂടിയിട്ടാണ് ഈ പോർഷനും കൂടി വരുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഈ 3 എണ്ണം കൂടി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല. ഇറ്റ് വിൽ ടേക്ക് 1.5 hours ഓൾസോ. സോ അങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് പീരീഡിൽ നിർത്തിയത്. ഓക്കെ, പിന്നെ ലോങ് പീരീഡിലത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിലും നോർമൽ പ്രൈസിലും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ബ്രീഫായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നോട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. ഡിഫറൻസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാനത് ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഓക്കെ, ഇനി ദ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ വരുന്നത് മൊണോപ്പൊളി ആണ്. മീനിങ് ഓഫ് മൊണോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് ഡിമാൻഡ്, റവന്യൂ ആൻഡ് കോസ്റ്റ് കർവ്സ് എന്നുള്ളതാണ്. അതൊരു ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാം. ആൻഡ് ദെൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളി, അതൊരു ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം തേർഡ് ചാപ്റ്ററും നമ്മൾ എന്താ പറയുക, ഒരു ഏകദേശം ഹാഫിലേക്ക് നമ്മൾ എത്തി തുടങ്ങി. ഇത്തിരി വലിയ ചാപ്റ്ററാണ് തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓളിഗോപോളി ഇനി പഠിക്കാൻ കിടക്കണുള്ളൂ നമ്മൾ ഇനിയുള്ളതൊക്കെ. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് ഓഫ് ദി തേർഡ് പോർഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി 1 more ചാപ്റ്റർ വിത്ത് ദാറ്റ് എക്കണോമിക്സ് വിൽ ബി ഓവർ. സുധ മിസ് ലാസ്റ്റ് ചാപ്റ്റർ എടുക്കണതുകൊണ്ട് അതോട് കൂടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സുധ മിസ്സാണ് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നതുകൊണ്ടും ആൻഡ് ഷീ ഹാസ് നമ്പർ ഓഫ് അവേഴ്സ് എന്നുള്ളത് കൊണ്ടും ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് യു പീപ്പിൾ ടു ഡു സെമിനാർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സെമിനാറിൻ്റെ കാര്യം മിസ്സാണ് ചെയ്യുന്നത്. ഞാനാണ് നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ കാര്യം നോക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴും അതേപോലെ തന്നെ നിങ്ങളുടെ നോട്ട്സിൻ്റെ ഫോട്ടോ എടുത്ത് ഇടാൻ പറയുന്നതും അത് അസൈൻമെൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കില്ല എന്ന് വിചാരിക്കരുത്. എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിലും ചോദിക്കാം. കോളേജ് മിക്കതും ജാനുവരിയിൽ തുറക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു പീപ്പിൾ ഹാവ് ടു സബ്മിറ്റ് യുവർ നോട്ട് ബുക്സ് ഓൾസോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം നിങ്ങൾ എത്രത്തോളം നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, വല്ലാണ്ട് നീട്ടിപ്പരത്തി എഴുതേണ്ട ആവശ്യമില്ല. 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കതിന്ന് ചെറിയ ചെറിയ പോയിൻ്റുകളൊക്കെ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ ഒന്ന് ചെറുതാക്കാനായിട്ടും നമ്മുടേതായ ഒരു രീതിയിലേക്ക് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ മക്കൾ വായിച്ച്
നിങ്ങളുടെ ഓൺ ലാംഗ്വേജിലേക്ക് അത് പകർത്തി അത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് പഠിക്കണ്ടേ, നമുക്കിത് അങ്ങനെ തന്നെ ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ലേ? കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.